ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ റോസസ് ഒക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ഫ്ലവേഴ്സ് ഇല്ലാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറേ റോസുകൾ നമ്മൾ വാങ്ങി വെച്ചു, അപ്പം അതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല. ഓക്കെ, വന്ന ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോവോ ഏത് കളറായിരുന്നു ഫ്ലവേഴ്സ് എന്നൊക്കെ നമുക്ക് മറന്നു പോയിന്നിരിക്കട്ടെ. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇത് ഏത് കളർ റോസാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. പുതിയ ഷൂട്ട്സൊക്കെ വരുമല്ലോ റോസിലും. അങ്ങനെ പുതിയ ഷൂട്ട്സൊക്കെ വരുന്ന സമയത്ത് ആ ഷൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ റെഡ് കളർ റോസ് പ്ലാന്റിൻ്റെ ഷൂട്ടാണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ ആ കൂമ്പ് തളിര് കയറി വരുന്ന നല്ല റെഡ് കളറിലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ കൂമ്പിന് ഒരു ലൈറ്റ് ഓറഞ്ചിഷ് അതുപോലെ തന്നെ ഒരു റെഡിഷ് കളറോട് കൂടിയിട്ടായിരിക്കും, ഡാർക്കായിട്ടാവില്ല ആ തളിരുകൾ വരുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീനിഷ് ആയിരിക്കും കേട്ടോ അതിൻ്റെ തളിര് വരുന്നത്. അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡാണെങ്കിലും ലൈറ്റ് ഗ്രീനിഷിലൊരു യെല്ലോ ടച്ച് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനിയിപ്പോൾ പിങ്ക് കളർ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് ആണെങ്കിലുണ്ടല്ലോ, ആ ഇലയുടെ ഞരമ്പുകളുണ്ടല്ലോ, വെയിൻ പോലെ ഇങ്ങനെ പോലോ, അതൊക്കെ ഒരു പിങ്കിഷ് ഷെയ്ഡോട് കൂടിയിട്ടായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓരോ പ്ലാന്റ്സിലും ഏത് കളറിലെ ഫ്ലവർ ആണ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ വീട്ടിലുള്ള ഓരോ റോസസിൻ്റെയും തളിരുകൾ വരുമ്പോഴൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നോട് പറയണേ. കാരണം ഞാനിത് കുറേ വട്ടം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക. എല്ലാ റോസസിൻ്റെയും ഇലകളൊക്കെ ഒരുപോലെയാണല്ലോ എന്ന്. പക്ഷേ ചെറുതായിട്ട് ഓരോ കാറ്റഗറി വരുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും കേട്ടോ. എല്ലാ റോസസിൻ്റെയും ഇലകളുടെ ഷേപ്പ് അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്. പക്ഷേ കളറിൻ്റെ കാര്യത്തിൽ ഏകദേശം നമുക്ക് ഇങ്ങനെ നോക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.